ഹായ് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് 20 ബുധനാഴ്ച ഇന്ന് വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണ്. ഞാൻ ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലേഖനത്തിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ മുഖവുരൊന്നുമില്ല. വസ്ത്രം കൊണ്ടും പേര് കൊണ്ടും തിരിച്ചറിയുന്നവർ എന്ന തലക്കെട്ടിൽ ഖാദർ പാലായി എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. എം എസ് എഫുകാർ കുട്ടികളെ കൊണ്ട് ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ ആർഷോ നായ്ക്കളെ പരിശീലിപ്പിച്ചവരോട് അവർക്ക് സൗഹൃദമുണ്ടെന്ന് പറഞ്ഞ PS സഞ്ജീവ് ഇവർ നയിക്കുന്ന പ്രസ്ഥാനമാണ് ഈ AI കാലത്തെ SFI. അപ്പോൾ പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്ന അണികളുടെയും അനുഭാവികളുടെയും ദൈക്ഷണികത സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ആർഷോയും സഞ്ജീവും നാളുകളായി കേരളത്തിൽ CPM പയറ്റുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകങ്ങൾ മാത്രമാണ്. വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും തീ ക്യാമ്പസുകളിൽ കൂടി പടർത്തേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുറപ്പിച്ചതിൻ്റെ തുടർ നടപടി മാത്രമാണ് ഇവരിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSF പേരിൽ തന്നെ വർഗീയമാണ് എന്ന ചോദ്യം നാം ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിന്ന് കൊണ്ടുതന്നെ ചർച്ച ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് പോകാം. അവിടുത്തെ SFIക്ക് 3 സഖ്യകക്ഷികളുണ്ട്. ഒന്ന്, അംബേദ്കർ സ്റ്റുഡൻറ് അസോസിയേഷൻ ASA. 2, ദളിത് സ്റ്റുഡൻറ് യൂണിയൻ DSU. 3, ട്രൈബൽ സ്റ്റുഡൻറ് ഫോറം TSF. ഇപ്പുറത്തെ 3ഉം വർഗരാഷ്ട്രീയം പറയുന്ന സംഘടനകളല്ല, മറിച്ച് MSFനെ പോലെ സ്വത്വ രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ദളിതുകളും അംബേദ്കറേറ്റുകളും ആദിവാസികളും SFIയിൽ ചേരാതെ സ്വയം സംഘടിച്ചത്. ഇന്ത്യയിലെ അംബേദ്കറേറ്റുകൾക്ക് ഉറക്കെ പറയുന്ന കാര്യമാണ് CPMഉം CPIയും CPIയും സവർണ ഹൈന്ദവതയുടെ അടുക്കളയിൽ അമ്മിയുന്തുകാരാണെന്ന്. അതുകൊണ്ടാണല്ലോ പാർലമെൻറ്റിൽ സവർണ സംവരണ ബിൽ വന്നപ്പോൾ ഒരു ഭേദഗതി പോലും നിർദ്ദേശിക്കാതെ ഇരു പാർട്ടികളും ആഹ്ലാദപൂർവ്വം കൈപൊക്കിയത്. ഈ നിയമം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ ആദ്യം നടപ്പിലാക്കാൻ നവോത്ഥാന കേരളം മത്സരിക്കുകയായിരുന്നു. എന്നാൽ MK സ്റ്റാലിൻ്റെ തമിഴ്നാട് ഇതുവരെ AWSA നടപ്പാക്കാത്തത് അവിടെ നവോത്ഥാന പാർട്ടിക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. എന്നിട്ടും എന്തേ ASAയും DSUവും TSFും SFIയോട് സഖ്യം ചേർന്നുവെന്നത്? സംഘപരിവാര വിദ്യാർത്ഥി സംഘത്തെ ചെറുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ സഖ്യമെന്നാണ് അതിന് മറുപടി. ഇനി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. കഴിഞ്ഞ വർഷം അവിടെ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചത് പ്രിയൻസി ആര്യായിരുന്നു. ഇവർ SFIക്കാരിയല്ല. SFIയും AISFും ISAയുമൊക്കെ ഉൾപ്പെട്ട വിശാല ഇടതു സഖ്യത്തിൽ പെട്ട ബിർസ അംബേദ്കർ ഫുലെ സ്റ്റുഡൻറ് അസോസിയേഷൻ MSFനെ നേരിടാൻ ആ പേര് മാത്രം മതിയെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇക്കാലത്ത് പറയുന്നത് പേടിപ്പെടുത്തുകയാണ്. MSFനെ നേരിടാൻ ആ പേര് മാത്രം മതിയെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇക്കാലത്ത് പറയുന്നത് പേടിപ്പെടുത്തുന്നതാണ്. വേഷം കണ്ടാലറിയാം എന്ന് മോദി പറഞ്ഞതിൻ്റെ 100 ഇരട്ടി ആപൽക്കരമായ പ്രയോഗം. അപ്പോൾ ഈ മഹാന് RSS BJP എന്നിങ്ങനെയുള്ള പേരുകൾ കണ്ടാൽ
നേരിടാൻ ഇൻ്റലക്ച്വലി അസാധ്യമാകുന്നു. നിലപാടല്ല, പേരും രൂപവുമാണ് തങ്ങൾ പ്രശ്നമാക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം ഫാസിസത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ വെള്ള നിറക്കൊടി കൂടി പ്രതിനിധാനം ചെയ്യാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പാണ്. BAPSA പ്രതിനിധിയാണ് ആര്യ. BAPSA പ്രതിനിധിയാണ് ആര്യ. ആ APSA ഉയർത്തുന്നതും സ്വത്വ രാഷ്ട്രീയം തന്നെ. സമാന രാഷ്ട്രീയ സഖ്യമുള്ള നിരവധി ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. ജാതി അമൂലാഗ്രം ഒരു യാഥാർത്ഥ്യമായ ഇന്ത്യൻ സമൂഹത്തിൽ ദളിത് ബഹുജൻ രാഷ്ട്രീയം ഇനിയും പടരുമെന്നുറപ്പാണ്. മുസ്ലിം സ്വത്വ കൂട്ടായ്മകളും ഇപ്പോൾ ക്യാമ്പസിൽ സജീവമാണ്. അവർ ഒരേ സമയം രണ്ട് കൂട്ടരെ നേരിടുന്നുണ്ട്. ഒന്ന് ABVP ഐഡിയോളജിയും വയലൻസും, രണ്ട് മുതലാളിത്ത ലിബറലിസം അക്ഷരങ്ങളിലും വരകളിലും വർണ്ണങ്ങളിലും പ്രസരിപ്പിക്കുന്ന SFI. എങ്കിലും ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ മുസ്ലിം സ്വത്വം SFIക്കൊപ്പം നിൽക്കണം. ഇനി ക്യാമ്പസ് വിട്ട് CPM-ഉം CPI-യും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലേക്ക് വരിക. 27 പാർട്ടികളാണ് ഈ സഖ്യത്തിലുള്ളത്. ഇതിൽ ദ്രാവിഡ ഐഡന്റിറ്റി പേരിൽ തന്നെയുള്ള DMK നയിക്കുന്ന മുന്നണിയാണ് തമിഴ്നാട്ടിൽ. CPM, CPI, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുള്ളത്. ഇന്ത്യ സഖ്യത്തിലേക്കുള്ള വിടുതലൈ ചിരുതൈകൾ കച്ചി VCK, മനിതനേയ മക്കൾ കച്ചി MMK, മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം MDMK, മുസ്ലിം ലീഗ് എന്നിവയും ഐഡന്റിറ്റി പൊളിറ്റിക്സുകാരാണ്. മറ്റ് ഘടകകക്ഷികളായ സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ എന്നിവ യാദവ സമുദായത്തിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ നിലനിൽക്കുന്നതാണ്. ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള കോങ്കുനഡു മക്കൾ ദേശീയ കച്ചി KMDK തമിഴ്നാട്ടിലെ ഗൗണ്ടർ എന്ന സവർണ സമുദായത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണെന്ന് പറയാം. കേരളത്തിൽ തന്നെ LDFിൻ്റെ കൂടെയുള്ള കേരള കോൺഗ്രസുകളുടെ അടിസ്ഥാന സമൂഹം ക്രിസ്ത്യാനികളാണെന്ന് നമുക്കറിയാം. അവരുടെ വിദ്യാർത്ഥി സംഘടനയായ KSC വിവിധ ബ്രാക്കറ്റുകളിലായി ക്യാമ്പസിലുണ്ട്. തെക്കൻ കേരളത്തിലെ ചില കോളേജുകളിലെങ്കിലും അവർ SFI മുന്നണിയിലുണ്ട്. മറ്റ് ചില ഗ്രൂപ്പുകൾ KSU മുന്നണിയിലും. ഒരു കാലത്ത് ക്യാമ്പസുകളിൽ SFIയുടെ കൊടിയ ശത്രുവായിരുന്ന അംബേദ്കറേറ്റ് ദളിത് ബഹുജൻ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വർഗരാഷ്ട്രീയവും SFI വർഗീയമെന്ന് വിശേഷിപ്പിക്കുന്ന സ്വത്വ രാഷ്ട്രീയവും ഒത്തുപോകില്ലെന്ന് അവർ ശഠിച്ചു. എന്നാൽ 2014 ശേഷം ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിൽ ABVP ശക്തി പ്രാപിച്ചപ്പോൾ SFIക്ക് ഷാഢ്യം വിടേണ്ടി വന്നു. ഒരു കാലത്ത് അടിച്ചോടിച്ചവരുമായി അവർക്ക് അടുത്തുകൂടേണ്ടി വന്നു. സ്വത്വ രാഷ്ട്രീയം ഇനിയും ശക്തി പ്രാപിക്കും. കേരളത്തിൽ പക്ഷേ MSFനെ വർഗീയമാക്കുന്നതിലൂടെ സംഘികളുടെയും അർദ്ധസംഘികളുടെയും ക്രിപ്റ്റോ ഇടതുപക്ഷക്കാരുടെയും പിന്തുണ നേടാമെന്ന് അവർ ലക്ഷ്യമിടുന്നു. KP ശശികലയെ പോലുള്ളവർ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത് SFIക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. തുരങ്ക സൗഹൃദം മതിയെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഖുർആനൊക്കെ ക്യാമ്പസിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇതല്ലാതെ മറ്റൊന്നുമല്ല. എത്ര വലിയ കള്ളത്തരവും എത്ര അസത്യമാണെന്ന് തെളിയിക്കപ്പെട്ടാലും കളവിൻ്റെ ഒരംശം ബാക്കിയാവുമെന്ന നട്ടപ്പു രീതിയിൽ എത്ര അസത്യമാണെന്ന് തെളിയിക്കപ്പെട്ടാലും കളവിൻ്റെ ഒരംശം ബാക്കിയാവുന്ന നടപ്പു രീതിയിൽ SFI വിശ്വാസമർപ്പിക്കുന്നു. MSFകാർ ഖുർആൻ തൊട്ട്
സത്യം ചെയ്യിക്കാറുണ്ടെന്ന പെരുംകള്ളം, നായ്ക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കൽ എന്ന പച്ചക്കള്ളം എന്നിവ ഉദാഹരണം. MSFനെ നേരിടാൻ ആ പേര് മാത്രം മതിയെന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇക്കാലത്ത് പറയുന്നത് പേടിപ്പെടുത്തുന്നതാണ്. വേഷം കണ്ടാൽ അറിയാമെന്ന് മോദി പറഞ്ഞതിൻ്റെ 100 ഇരട്ടി ആപത്കരമായ പ്രയോഗം. അപ്പോൾ ഈ മഹാന് RSS, BJP എന്നിങ്ങനെയുള്ള പേരുകൾ കണ്ടാൽ നേരിടാൻ ഇൻറ്റലക്ച്വലി അസാധ്യമാവുന്നു. നിലപാടല്ല, പേരും രൂപവുമാണ് തങ്ങൾ പ്രശ്നമാക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം ഫാസിസത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ വെള്ള നിറക്കൊടി കൂടി പ്രതിനിധാനം ചെയ്യാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് പ്രിയങ്കരനായ ഖാദർ പാലായിയുടെ വസ്ത്രം കൊണ്ടും പേര് കൊണ്ടും തിരിച്ചറിയുന്നവർ എന്ന തലക്കെട്ടിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നൊരു ലേഖനം. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നവരേക്കും എൻ്റെ വീഡിയോ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കാൻ എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാ സലാമ.